ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനോടൊരല്പം അകൽച്ച കാണിക്കുകയാണ്. പാകിസ്ഥാനാണെങ്കിൽ കുറേ കാലങ്ങളായി എല്ലാവരോടും അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അഫ്ഗാനിൽ നിന്നും കുടിയേറി വന്ന അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ മടക്കി അയച്ചിരുന്നു. അതോടെ നിത്യദാരിദ്ര്യത്തിലും അന്ധകാരത്തിലും കഴിയുന്ന പാകിസ്ഥാനോട് സഹകരിക്കാൻ മറ്റ് രാജ്യങ്ങളും ഒന്ന് മടിച്ചു. അഫ്ഗാനാണെങ്കിൽ അതിനേക്കാളേറെ ദാരിദ്ര്യത്തിന്റെ അവലും കഞ്ഞിയുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. എല്ലാത്തിനും ഇന്ത്യ തന്നെയാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചോറും തിന്ന് ഇന്ത്യയുടെ വെള്ളവും കുടിച്ചിട്ടാണ് അവിടെ കിടന്ന് പൊളയ്ക്കുന്നത്. അത് തന്നെയാണല്ലോ ഇസ്രായേലിനോടും ചെയ്തത്. ഇസ്രായേലിന്റെ ഇന്ധനവും ഇന്റർനെറ്റും വഴിയും വെട്ടവും വെളിച്ചവും തിന്നാനും കുടിക്കാനും ഉടുക്കാനും ജോലിയും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിനെതിരെ ഒന്ന് നിൽക്കാം എന്ന് തോന്നിയത്. അതായത് അവനവൻ കുടിക്കുന്ന കഞ്ഞിയിൽ അവനവൻ തന്നെ മണ്ണുവാരി ഇടുന്നതിന് തുല്യമായിട്ടൊരു രീതി ശരിക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇപ്പോൾ പാകിസ്ഥാനും നിലനിൽപ്പില്ല. പാകിസ്ഥാനിൽ അധികം ആളുകളും ഉംറയ്ക്കാണ് ഹജ്ജിനാണ് എന്നൊക്കെ പറഞ്ഞ് സൗദിയിൽ പോയിട്ട് അവിടെ തന്നെ തെണ്ടി തിരിയുക. അവരവിടെ ചെയ്യുന്ന ഒരുപാട് അതിക്രമങ്ങൾ കാരണം സൗദിയും പാകിസ്ഥാനികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടുള്ള കയറ്റം. അതിനും വിലക്കുകൾ ഏർപ്പെടുത്തി. അനധികൃതമായി എത്ര പേരാണോ അവിടെയുള്ളത് പാകിസ്ഥാനിലേക്ക് തന്നെ മടക്കി അയക്കണം എന്നൊരു നിയമവും വന്നു. ഇപ്പോൾ അതിന് പിന്നാലെ UAEയും പണി കൊടുക്കാൻ ഇറങ്ങി. വ്യാപകമായ ഭിക്ഷാടനം, ക്രൈമുകൾ, ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾ വല്ലാതെ വർദ്ധിച്ചു. നിയമത്തെ അവഹേളിക്കുക, ഒരു നിയമവും അവർക്ക് പ്രശ്നമല്ല എന്ന രൂപത്തിൽ എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുക. പാകിസ്ഥാനിൽ കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും അഹംഭാവവും താൻ പ്രമാണിത്വവും ഒക്കെ UAEയിലും വന്ന് ഒന്ന് എടുത്തു നോക്കി. രാജ്യത്തോട് നീതിയില്ല, അനാദരവാണ്, രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പബ്ലിക്കായിട്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ UAEയിൽ വന്ന് തെണ്ടി പിച്ചയെടുത്ത് ജീവിക്കുന്നത് മാത്രമല്ല, UAEയെ കുറിച്ച് അനാവശ്യങ്ങളും ഇല്ലാ കഥകളും പ്രചരിപ്പിക്കുക, അനാവശ്യമായിട്ടുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ അഴിച്ചുവിടുക, മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള മുറവിളി, ഇതൊക്കെയാണ് പാകിസ്ഥാൻ സ്വദേശികൾക്ക് UAE ഉയർത്തുന്ന ഗുരുതരമായ ആരോപണം. ഏതാണ്ട് UAE ജയിലുകളിൽ ഉള്ളതിലധികവും ഇതേ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട പാകിസ്ഥാനികളാണെന്നും UAE പറയുന്നു. UAE വിസ ആവശ്യപ്പെട്ടിട്ടുള്ള പാകിസ്ഥാൻ അപേക്ഷകളിൽ ഇനി മുതൽ പോലീസ് വെരിഫിക്കേഷനും അനിവാര്യമാക്കി. അതോടെ പാകിസ്ഥാനികൾക്ക് UAE വിസ ഏതാണ്ട് അപ്രാപ്യമായിട്ടുണ്ട്. 1,00,000 ആളുകളാണ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതെങ്കിൽ 1000 പേർക്ക് പോലും പാസ്സായി കിട്ടുന്നില്ല. UAEയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭിക്ഷക്കാരിൽ 90% പാകിസ്ഥാനികളാണ്. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ 90% പാകിസ്ഥാനികളാണ്. പിടിച്ചുപറി, കൊള്ള, കൊല, ബലാത്കാരം തുടങ്ങിയ അനവധി വിഷയങ്ങളിൽ പാകിസ്ഥാനികളാണ് UAEയുടെ ജയിലുകളിൽ 90%. ഇതൊക്കെയാണ് UAE സർക്കാർ നേരിട്ട് പാകിസ്ഥാനെ അറിയിച്ച വസ്തുതകൾ. ഈ വിഷയത്തിൽ പ്രതിഷേധവും UAE പാകിസ്ഥാനെതിരെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനോട് അതിന് കൃത്യമായിട്ടുള്ള ലിസ്റ്റുകളും UAE നൽകിയിട്ടുണ്ട്. എത്ര പേരാണ്, ഏതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളിലാണ്, ഏതൊക്കെ ജയിലുകളിലാണ് കഴിയുന്നത്, ഏത് വർഷമാണ് ഇവരെ പിടിച്ചത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകിയിട്ടുണ്ട്. ജയിലിനകത്തും ഇവർ പരസ്പരം തമ്മിൽ തല്ലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നല്ലോ, നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ CA റൌഫിന്റെ മൂലാധാരമൊക്കെ തകർത്ത പാകിസ്ഥാനിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നല്ലോ. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എന്തായിരുന്നാലും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് റൌഫ് ഇരയായിട്ടുണ്ട് എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. റൌഫിന് ഇനി എന്തോ LLB പഠിക്കണമെന്നോ ജയിലിൽ നിന്ന് പുറത്തു വരുന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, അറിഞ്ഞില്ല. അപ്പോ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഈ നിയമത്തെ മറികടന്നേ പറ്റൂ. കാരണം
പാകിസ്ഥാൻ നിത്യ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ചാളുകളെങ്കിലും പലയിടങ്ങളിലായി ജോലി ചെയ്താൽ ഒരു പരിധിവരെ അവരുടെയെങ്കിലും പട്ടിണി മാറി കിട്ടുമല്ലോ. ഇതിനെ മറികടന്നേ പറ്റൂ എന്ന് പാകിസ്ഥാൻ പല വാതിലുകളും മുട്ടുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ കുരുക്ക് ഒന്ന് അഴിച്ചെടുക്കാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്തായി കിട്ടുന്നില്ല. പാകിസ്ഥാൻ സർക്കാർ ഈ വിഷയത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. UAE ഇങ്ങനെ അറിയിക്കുകയും ചെയ്തു. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് അറിയത്തുമില്ല. തുടക്കമെന്ന നിലയിൽ UAE ജയിലുകളിൽ കഴിയുന്ന 4700 പാകിസ്ഥാനികളുടെ പാസ്പോർട്ട് നിലവിൽ സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഭിക്ഷാടകരിൽ അധികവും വിസിറ്റിംഗ് വിസയിൽ വന്നവരാണത്രേ. UAE അധികാരികളുടെ വിലയിരുത്തലിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും മെച്ചപ്പെട്ട ജോലിക്കാരെന്നാണ് അവര് രേഖപ്പെടുത്തുന്നത്. മതത്തെക്കാൾ ഉപരി തൊഴിലിന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യക്കാർ ആ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണ് എന്ന രൂപത്തിലാണ് UAEയുടെ റിപ്പോർട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും UAE പറയാൻ വേണ്ടിച്ചില്ല. പാക് ബംഗ്ലാദേശ് സ്വദേശികളെ അപേക്ഷിച്ച് അച്ചടക്കമുള്ളവരും കഠിനമായ പ്രയത്നം നടത്തുന്നവരും ഇന്ത്യക്കാരാണെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ 35 ലക്ഷം ഇന്ത്യക്കാർ UAEയുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് UAE മന്ത്രാലയം പറഞ്ഞു. UAEയിലെ പാകിസ്ഥാൻ എംബസി കഴിഞ്ഞ ഒക്ടോബർ 12 എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ജോലി ചെയ്യുന്ന നാട്ടിലെ നിയമം പൂർണ്ണമായും മാനിക്കണമെന്നും ചെയ്യുന്ന തൊഴിലിൽ മാത്രം ശ്രദ്ധിക്കണമെന്നും പാക് പ്രവാസികളോട് പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സ്ഥാനപതി ഫൈസൽ നിയാസ് തിർമസി വിസ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ സി ന്യൂസുമായി പങ്കുവയ്ക്കുന്നുണ്ട്. പാകിസ്ഥാനികൾക്ക് വിസ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം പാകിസ്ഥാനിലെ ഏജന്റുമാരും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. സെനറ്റർ ഓഫ് പാകിസ്ഥാൻ കമ്മിറ്റി ചെയർമാൻ ജിഷാൻ ഖാൻജാദയും ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂടാതെ മധ്യ ഏഷ്യയിലെ ചില രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് കൂടി UAE വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിച്ച് മുന്നോട്ട് പോകണം. അവിടെ പോയിട്ട് നമ്മൾ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിച്ചാൽ വീട്ടിലെ കഞ്ഞികുടി മുട്ടുമെന്ന് മാത്രമല്ല, കുടുംബം നിത്യ പട്ടിണിയിലുമാകും, നമ്മൾ ജയിലിലുമാകും. ഇപ്പോ ദാണ്ടെ അഫ്ഗാൻ അതിർത്തിക്ക് അടുത്ത് പാക് സൈനിക പോസ്റ്റിന് നേരെയാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. 16 പാകിസ്ഥാൻ സൈനികരാണ് അതിൽ കൊല്ലപ്പെട്ടത്. എന്ത് കാര്യമുണ്ട്? അഫ്ഗാനികൾ എന്തേ ജൂതന്മാരാ? 2 മുസ്ലിങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് 2 പേരും പൊരുതുന്നത്. സ്ഫോടനം നടത്തുന്നവനും അല്ലാഹു അക്ബർ വിളിക്കും, അതിനകത്ത് പൊട്ടിത്തെറിക്കുന്നവനും അല്ലാഹു അക്ബർ വിളിക്കും. 16 പാകിസ്ഥാൻ സൈനികർ ഈ ക്രിസ്തുമസ് ദിനത്തിൽ സ്വർഗം പോകി. 5 പേര് ഇപ്പൊ പോണോ പിന്നെ പോണോ എന്ന് ചോദിച്ച് കിടക്കുന്നു. ശനിയാഴ്ചയാണ് ആക്രമണം നടന്നത്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ ഖൈബർ പഷ്തൂൺഖ പ്രവിശ്യയിലെ മക്കീൻ ഏരിയയിലാണ് ആക്രമണം നടന്നത്. 30-ലധികം തീവ്രവാദികൾ പോസ്റ്റ് ആക്രമിച്ചതായി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ AFPയോട് പറഞ്ഞു. ആക്രമണം 2 മണിക്കൂർ നീണ്ടുനിന്നു. ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും രേഖകളും മറ്റു വസ്തുക്കളും തീവ്രവാദികൾ അഗ്നിക്കിരയാക്കിയതായിട്ട് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. നേരത്തെ തന്നെ ഭീകരവാദികൾക്കെതിരെയുള്ള സൈന്യത്തിന്റെ ഓപ്പറേഷന് പ്രതികാരമായിട്ടാണ് ആക്രമണമെന്നും റിപ്പോർട്ടുകളിലുണ്ട്. പാകിസ്ഥാൻ താലിബാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ വർഷം മെയ്യില് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 25 പേർക്ക് 2 മുതൽ 10 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടതായി സൈനിക മാധ്യമ വിഭാഗത്തെ അറിയിച്ചിട്ടുമുണ്ട്. പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അക്രമത്തിന് വല്ല കുറവുമുണ്ട്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറിയതു മുതൽ പാകിസ്ഥാൻ അതിർത്തികളിൽ തീവ്രവാദ പ്രവർത്തനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത്. തീവ്രവാദികൾക്കെതിരെ അഫ്ഗാൻ ഭരണകൂടം വേണ്ടത്ര നടപടി എടുക്കുന്നില്ല എന്ന് പാകിസ്ഥാന്റെ വാദം. പാകിസ്ഥാൻ എന്താ വിധിക്കുന്നത്? തീവ്രവാദം. അപ്പൊ പിന്നെ അവർ അത് തന്നെയല്ലേ കൊയ്തെടുക്കും. വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലെ ബന്ധം വരെ വഷളാണ്. ലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത അഫ്ഗാൻ നിവാസികളെ രാജ്യത്ത് നിന്ന് തിരിച്ചു കുറേ എണ്ണത്തിന് അയച്ചു. ഇനിയും ബാക്കിയുള്ളതിനെ അയക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്.
ഇവര് നോക്കുമ്പോൾ രണ്ട് വിഭാഗവും മുസ്ലിം വിഭാഗമാണല്ലോ. അവർ പരസ്പരം പൊരുതുമ്പോൾ അള്ളാഹു ആരുടെ ഭാഗത്ത് നിൽക്കും? പോട്ടെ, കേരളത്തിലെ കുറച്ച് താലിബാനികൾ ഓളികളുണ്ടല്ലോ, അവരാരുടെ കൂടെ നിൽക്കും? താലിബാൻ വിസ്മയമാണെന്ന് പറയുന്നു. ഹമാസ് പോരാളികളായിട്ടുള്ള ടീം, യഹിയ സിൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ടീം, ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ടീം, അവസരം വരുമ്പോഴാണ് ഇവരുടെയൊക്കെ ശരിയായ മുഖം നമുക്ക് മനസ്സിലാകുന്നത്. നന്ദി.